ഹലോ മച്ചന്മാരെ, എല്ലാവരും സോജൂസ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഡോർമാനും പൊമ്മേറും അവിടെ കിടപ്പുണ്ട്, അവരെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ഡോഗ് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം, ഡോഗായാലും കിളിയായാലും എന്ത് ബേഡ്സായാലും പറ്റുമെങ്കിൽ മാത്രം ബേഡ്സിനെ വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കുക. അത് കർശനമായിട്ട് പറയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നത് ഒരു ലാബാണ്. ഓക്കെ, ഒരു ചോക്ലേറ്റ് കളർ ലാബാണ്. അപ്പം ഈ ലാബിനെ എനിക്കിന്ന് കളഞ്ഞു കിട്ടിയതാണ്. അപ്പം ഒരാളെ വീട്ടിൽ നിന്ന് പോയി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് എടുക്കലില്ല, വളർത്തണില്ല എന്ന് പറഞ്ഞത്. കാര്യം എനിക്ക് ഇവർ രണ്ടുപേരും നല്ല എക്സ്പെൻസീവാണ്. ഡോർമാൻ എളുപ്പമുള്ളതുകൊണ്ട് നല്ല എക്സ്പെൻസീവാണ്. പൊമേറക്കടം വലിയ ഫുഡില്ല, എന്നാൽ ഒരുവിധം ഞാൻ കഴിക്കുന്നെങ്കിൽ എൻ്റെ ഡോർമാനായാലും പട്ടികളായാലും നമ്മൾ കിളികളായാലും ഞാൻ തിന്നാൻ കൊടുക്കും. ഞാൻ അവർക്ക് തിന്നാൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, രാവിലത്തെ ഫുഡായി പോയാലും. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കിത് ഇവർ വളർത്തിക്കൊണ്ട് ലാഭമൊന്നും അങ്ങനെയല്ല. എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഇവരെ ഒരു 5 മിനിറ്റ് ഇവരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോഴും കിളിയായാലും കുഞ്ഞ് കിട്ടുമ്പോഴായാലും ഇവരെ കുഞ്ഞിന് വേണ്ടി ഞാൻ നോക്കുന്നതല്ല, ഇവർ പൈസയ്ക്ക് വേണ്ടി നോക്കുന്നതല്ല, ഇവരൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വളർത്തുന്നതാണ്. അപ്പം നിങ്ങൾ ദയവ് ഇതേമാതിരി സാധനം വാങ്ങിക്കണമെങ്കിൽ വെളിയിൽ വഴി ഉപേക്ഷിക്കരുത് ഒരുത്തരും. അപ്പം ലാബ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇതെന്തിനാണെന്ന്. അപ്പം ഞാൻ രാവിലെ ഷാമും കാര്യങ്ങളൊക്കെ വെച്ച് കുളിപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ. എന്നിട്ട് ഇപ്പം വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത സമയത്ത് എൻ്റെ ബാക്കിൽ നിന്ന് ഓടി വന്നു. അത് കാണുമ്പം സത്യം പറഞ്ഞാൽ നമ്മളൊരു ഡോഗ് സ്നേഹിയായാലും ഒരാളായാലും ചങ്ക് പൊട്ടിപ്പോവും. നാളെ ഒരു കാലത്ത് ഈ സാധനം നമ്മളെ മുമ്പിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളിത് കൊണ്ടുവരാൻ എവിടെയെങ്കിലും ഡെഡായി പോയി കിടങ്ങണമെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് മേലെ അത് ചിലപ്പോൾ നിങ്ങളെ വീട് തുറന്നു വിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അന്വേഷിക്കേണ്ടയിടത്തും എല്ലായിടത്തും പുറത്തുള്ളിടത്തും എല്ലായിടത്തും അന്വേഷിച്ച് നിങ്ങൾ പറയുക. അപ്പോൾ ഇതേമാതിരി ഒരു ലാബ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾ കൊണ്ടുപോവുക. കാര്യം നമ്മൾ ചിലപ്പോൾ ഇതിനെടുത്ത് മറിച്ച് വയ്ക്കാൻ വേണ്ടിയുള്ള കുറേ ആൾക്കാരാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം പ്രായമുള്ള പട്ടിയാണ്. എന്നാൽ ഇത് അഥവാ ആര് വന്നില്ലെങ്കിൽ ചാവണമെങ്കിലും എൻ്റെ വീട്ടിൽ തന്നെ കടന്ന് ചാവും. അപ്പം വളർത്താൻ താല്പര്യമുള്ളവരല്ല. ഈ വീട് നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിക്കരയാണ്. നെയ്യാറ്റിക്കരയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ആയൊക്കെ മാമ്പഴക്കര ഇളവനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇളവനിക്കരയിൽ നിന്നും കറക്റ്റായിട്ട് നമ്മൾ ഈരാറ്റിൻപുറം, ഓക്കെ, ഇളവനിക്കര അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഈരാറ്റിൻപുറം ടൂറിസ്റ്റ് പ്ലേസിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമുക്കിതിനെ കിട്ടിയേ. നമ്മളെ വണ്ടിയിൽ നിന്ന് ബാക്കിൽ നിന്ന് ഓടി വന്നും നമുക്ക് അത് 2 ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളിവ് സഹിക്കുന്ന നമ്മളെ ഡോഗിനെ തരുന്നതായിരിക്കും. ഡോഗിനെ കാഴ്ച കാണിക്കാം. അപ്പോൾ ഇതറിയാമല്ലോ, ഡോഗിനെ കുളിപ്പിക്കുന്ന ഷാമ്പാണ്, ഹിമാലയയാണ്. അപ്പോൾ ഇത് വെച്ച് ഡോഗിനെ കുളിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡോഗ് വരുന്നത്, കണ്ടല്ലോ, നമ്മളെ കാണുമ്പോൾ തന്നെ വാലാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ വീട്ടിൽ നിന്ന് ചാടിയതാണോ അതോ അവർ ഉപേക്ഷിച്ചാണോ എന്ന് അറിയത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ എൻ്റെ കൈയാണ്. ഇതാണ് നമ്മൾ തൊടുമ്പോഴത്തേക്കൊക്കെ അവർ സൈലൻ്റായിട്ട് നിൽക്കണം. അവർ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല, കണ്ടല്ലോ, കൊണ്ടുവന്നപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല. ഇതാണ് ലാബർ ഡോഗ്. ഓക്കെ, ഇതാണ് സംഭവം. വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അവരെ ടീക്കയാണ്. അപ്പോൾ അത്യാവശ്യം പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. ഇത്ര വയസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ വയസ്സ് അറിയാമെന്നുള്ളവരിപ്പം ഈ ഡോഗിൻ്റെയൊക്കെ ബ്രീഡർ കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഇതിന് എത്ര വയസ്സുണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റിൽ കാണുക, പറയുക. ഓക്കെ, എന്നാലും അത്യാവശ്യം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ ഡോഗിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. കാര്യം ഞാൻ എൻ്റെ ഡോവർമാനായാലും പൊമേറിനായാലും വളർത്തിയിട്ട് വളരെ കുറച്ച് വർഷമായുള്ളൂ. വളരെ കുറച്ചല്ല, പൊമേറിനെ വളർത്തിയിട്ട് ഏകദേശം ഒരു വർഷം ആവുകയുള്ളൂ. ഞാൻ ഡോവർമാനെ എടുത്തിട്ട് ഏകദേശം ഒരു 6-7 മാസം ആയുള്ളൂ. ഓക്കെ, അപ്പം ചില അഗ്രഷൻ കാര്യങ്ങളുണ്ട്. കണ്ടല്ല, ഈ ഡോവർമാൻ പൊമേറിന് കിടപ്പുണ്ട്, ഡോവർമാൻ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ സൈസ് കാരണം കാണിച്ചു തരാം. ഇതാണ്ടല്ല, ആ കൂടെ നിന്ന് നമ്മൾ ഇനിയിച്ചിരിക്കുമ്പോഴത്തേക്കുള്ളതാണ്. വാ, വേണ്ട, ലാബർ ഡോഗിനെ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ കുറയ്ക്കാനൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ലാബ്. 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്, ഡോർമാനൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ്ടല്ലോ, വാ, കണ്ടല്ലോ ഡോർമാൻ്റെ സൗണ്ട് കണ്ടല്ലോ. ഇതാണ് നമ്മളതിൻ്റെ ഡോബർമാൻ. ഇതാണ് അവരെ സ്നേഹം കണ്ടല്ലോ. ഇതാണ് ഇനി അടുത്തിന് പൊമേറും കാണിച്ചു തരാം. ഇതേമാതിരി നമ്മൾ അവരെ സ്നേഹിക്കുന്ന അനുസരിച്ച് നമ്മൾ പെറ്റ് പാരൻ്റാണ്.
അവരെ നമ്മളെ സ്നേഹിക്കുന്നതനുസരിച്ച് ഇതാ നമ്മൾ സ്നേഹം തരും. അപ്പം ഇത് അത്രയൊരു സന്തോഷമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇന്നിത് എവിടെ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കൂടെ ഉള്ളൂ. പൊമേറിനുണ്ട്, ഡോർമേൻ കിടപ്പുണ്ട്. അപ്പം എവിടെ ഇടുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. എന്നാലും അവരെ മഴയായ സ്ഥലത്തേക്കാണുള്ളൂ. അവർക്ക് വേണ്ടി ഞാൻ ഓട് മേഞ്ഞതും അത്യാവശ്യം നല്ല ഒരു 8 അടി നീളം തന്നെ വരും, 4 അടി വീതി തന്നെ വരും. അപ്പോൾ ഇതെനിക്ക് വട്ടായിട്ട് ചെയ്തല്ല, എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഇതാണ് ലാവർ ഡോഗ്. അപ്പം ഇതിൻ്റെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ഇതിൻ്റെ ആരെങ്കിലും ഉണ്ടാണെങ്കിൽ തെളിവ് സഹിതം തന്നാൽ നമ്മളിതിനെ തരുന്നതായിരിക്കും. അല്ലാതെ ഇത് സെയിലിന് വേണ്ടി അങ്ങനെ പർപ്പസിന് വേണ്ടിയൊന്നും കൊടുക്കുന്നതല്ല. ഓക്കെ, അവരെ സ്നേഹിച്ച് നല്ല രീതിയിൽ വളർത്തണം. ഇതേമാതിരി പക്ഷേ നല്ല രോഗമാണ്. ഇപ്പം എത്ര വയസ്സ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിനെ വയസ്സ് പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഡോഗിനൊക്കെ കുറേ ആൾക്കാർ പറയാം വയസ്സ് പറയാൻ കേട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര വയസ്സ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അകിടും എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് സംഭവം. ഓക്കെ, ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളെ ഷെയറാണ്, നിങ്ങളുടെ ഷെയർ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വിജയമാകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.